നമസ്കാരം. ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ഇസ്രായേലിന്റെ മിന്നലാക്രമണം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ഇത് പ്രധാനമായിട്ടും ഇസ്ഫഹാൻ മേഖലയിലേക്കാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇസ്ഫഹാൻ മേഖലയിലേക്ക് ആക്രമണം നടത്തുവാൻ വേണ്ടി ഇസ്രായേൽ നേരത്തെ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. അധികമൊന്നും വാർത്തകളിൽ ചർച്ച ചെയ്യാത്ത ഒരു മേഖലയാണ് ഇസ്ഫഹാൻ മേഖലയിലാണ്, ഈ പ്രദേശത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഇറാന്റെ ഇപ്പോഴത്തെ യുറേനിയം ശേഖരിച്ചു വച്ചിട്ടുള്ളത്. ഈ യുറേനിയത്തെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 ദിവസത്തെ വെടിനിർത്തലാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും ഇത് ഇസ്രായേലിന് ബാധകമല്ല. ഇസ്രായേലിന് ബാധകമല്ലാത്തത് കൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി, വളരെ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കിരിയത് ഷോണയിലേക്കും ബെൻഗൂരിയൻ എയർപോർട്ടിലേക്കുമൊക്കെ വലിയ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് നടന്നത്. ടെൽ അവീവിലേക്ക് നടന്ന ആക്രമണം വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ്. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അങ്ങനെ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട്. ബെൻഗൂരിയൻ എയർപോർട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടാണ്. ഇവിടേക്കാണ് ഒരു ശക്തമായ രീതിയിലുള്ള ആക്രമണം തന്നെ നടന്നിരിക്കുന്നത്. വലിയ രീതിയിൽ വാർണിംഗ് സിസ്റ്റം ഇസ്രായേൽ ടെൽ അവീവ് മുതൽ നോർത്തേൺ മേജർ സിറ്റീസ് വരെ നീണ്ടു നിൽക്കുന്ന അലാറം അടിച്ചുകൊണ്ടേയിരുന്നു. 4 മിസൈലുകളാണ് മേഖലയിൽ വർഷിച്ചത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അടിയും തിരിച്ചടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ എങ്ങനെയാണ് ഇത്തരത്തിൽ വീണ്ടും ശക്തമായ ഒരു ആക്രമണം നടത്തുവാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ വലിയ സംശയമാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് റഷ്യയും ചൈനയുമാണ്. റഷ്യ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതായത് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ നിലവിൽ ഇപ്പോൾ ഇറാന്റെ പക്കലെത്തിയിട്ടുണ്ട് എന്ന് തന്നെ വാർത്തകൾ ലഭ്യമാകുന്നുണ്ട്, വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇറാൻ ഈ ഒരു ആക്രമണം നടത്തുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ഈ കുന്തമുന തിരിച്ചുവിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കല്ല് റഷ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആയുധങ്ങൾ തീർന്നു പോകാനുള്ള സാധ്യതയില്ല. കുവൈറ്റിലേക്കും ജോർദാനിലേക്കും ബഹ്റിനിലേക്കുമൊക്കെ ഇറാൻ ആക്രമണം നടത്തും എന്ന ഭീഷണിയും കൂടെ പങ്കുവച്ചിരിക്കുകയാണ്. അതായത് ഈ മേഖലയിൽ നിന്നെല്ലാം അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു എഗ്രിമെന്റ് വയ്ക്കാതെ ഈ മേഖലയിലുള്ള ആക്രമണം ഇറാൻ നിർത്തില്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഈ അമേരിക്കയുടെ ബേസ് ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ ഇറാൻ മറ്റു ചില നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നേ വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം ഇറാന് എന്നതാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ വച്ചിരിക്കുന്ന മറ്റൊരു എഗ്രിമെന്റ്. അതായത് ഈ യുദ്ധത്തിൽ എത്ര മാത്രം തുക ഇറാന്റെ ഭാഗത്ത് നിന്ന് ചെലവായോ ആ തുക മുഴുവൻ തിരിച്ചു മടക്കി, അല്ലാതെ യുദ്ധം ഇറാന്റെ ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കില്ല. കാരണം ഈ യുദ്ധം തുടങ്ങി വച്ചത് ഇറാനല്ല. സന്ധി സംഭാഷണം നടക്കുന്നതിനിടയിലാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറ്റം യഥാർത്ഥത്തിൽ വരുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ടീഷനിൽ ഒപ്പുവെക്കാതെ ഈ യുദ്ധം നിർത്തില്ല എന്നാണ് ഇറാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും USS ട്രിപ്പോളിയൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് അമേരിക്കയും കാത്തിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനിയും ആക്രമണം ഉണ്ടായാൽ തീർച്ചയായും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണം വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതൊരു ലോകമഹായുദ്ധത്തിന്റെ സാഹചര്യവും കൂടി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഈ യുദ്ധം. അതായത് അണിയറയിൽ മറ്റു പല രാജ്യങ്ങളും ഈ യുദ്ധത്തിന്റെ പിറകിലുണ്ട്. യുദ്ധത്തിന്റെ ആണിക്കല്ലായിട്ട് തന്നെ റഷ്യയുണ്ട്, ചൈനയുണ്ട്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് കാനഡയും സൗത്ത് കൊറിയയും അടങ്ങുന്ന രാജ്യങ്ങൾ കൂടി എത്തുന്നുണ്ട്. അവർ യുദ്ധമുന്നണിയിലേക്ക് എത്തുന്നില്ല എങ്കിലും യുദ്ധത്തിന്റെ പിന്നണിയിൽ ഇവർ സജീവമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു പ്രോക്സി വാറിന്റെ കണ്ടീഷൻ കൂടി ഉണ്ടാകുന്നുണ്ട് ഈ യുദ്ധത്തിന്. എന്തായാലും ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇത് ഏതൊക്കെ രീതിയിലാണ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ കൂടി ഇനി ലഭ്യമാകേണ്ടതുണ്ട്. 15,000-ഓളം ആക്രമണമാണ്
അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഉണ്ടായത്. എന്തായാലും ഈ ഒരു ആക്രമണത്തോടു കൂടി ഇറാന്റെ കുന്തമുന ഒടിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു ധരിച്ചിരുന്നത്. ആദ്യത്തെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ആക്രമണം പൊളിച്ച് അടുക്കാൻ കഴിയും എന്ന് ഇസ്രായേലും അമേരിക്കയും കരുതിയിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഇറാന് ശക്തമായ പിന്തുണയാണ് റഷ്യ നൽകിയത്. റഷ്യ വളരെ നിശബ്ദമായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ആയുധങ്ങളെല്ലാം തന്നെ ഇറാന്റെ പക്കലെത്തിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത്. അതായത് ഡീഗോ ഗർഷ്യയിലടക്കം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണം, അതായത് ഇത്രയും വലിയ ദൂരം 4000 കിലോമീറ്റർ ദൂരത്തിലേക്കുള്ള ആക്രമണം നടത്തുവാനുള്ള മിസൈൽ സാങ്കേതിക വിദ്യയൊന്നും ഇറാന്റെ പക്കലില്ല എന്ന് തന്നെ കൺഫേം ചെയ്തിരുന്നതാണ് ലോകം. അവിടെ നിന്നാണ് ഇത്തരത്തിൽ 4000 കിലോമീറ്ററിലേക്ക് എത്തുന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം ഇറാന് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ റഷ്യ തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതായത് അത്തരത്തിൽ ഈ യുദ്ധം വളരെയധികം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതൊന്നും പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യവും കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഈ യുദ്ധം എങ്ങനെയാണ് പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.